ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു ഓൾ? എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ഇംഗ്ലുവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഹാബിച്വൽ ആക്ഷൻസ്, അതല്ലെങ്കിൽ ഡെയിലി റുട്ടീൻസ്, നമുക്കെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. How to talk about daily routines or habitual actions. For example, നമ്മളിപ്പോൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷിൽ പറയേണ്ടി വരാറുണ്ട്, ഇല്ലേ? അപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് പറയുക? ഞാൻ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും അമ്മയെ സഹായിക്കാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോവാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ പോവാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും മോർണിംഗ് ന്യൂസ് കാണാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും ബ്ലാക്ക് ടീ കുടിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന, അതല്ലെങ്കിൽ പതിവായി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. വളരെ ഈസിയുമാണ്. ഒരുപാട് സ്ട്രക്ചറുകളിലേക്കോ അതല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസിലേക്കോ ഒന്നും പോവാതെ വളരെ സിമ്പിളായിട്ട് ഇത്തരം കാര്യങ്ങളെ നമുക്ക് പറയാൻ സാധിക്കും. നോക്കാം നമുക്ക് എങ്ങനെയാണ് പറയുക. ഞാൻ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. എങ്ങനെ പറയും? സിമ്പിളാണ്. സിമ്പിൾ പ്രസൻറ്റ് എന്ന് നമ്മൾ കേട്ട് കാണും. ആ ഒരു രീതിയാണ്. ഗ്രാമർ പറയുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്കിതിനെ പറയാൻ കഴിയുന്നത്. ഐ റീഡ് ന്യൂസ് പേപ്പർ എവ്രി ഡേ. ഐ റീഡ് ന്യൂസ് പേപ്പർ എവ്രി ഡേ. ഞാൻ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. ഐ റീഡ് ദ ഹിന്ദു എവ്രി ഡേ. ഐ റീഡ് ദ മലയാള മനോരമ എവ്രി ഡേ. ഐ റീഡ് ദ മാതൃഭൂമി എവ്രി ഡേ. ഓക്കെ. ഞാൻ എല്ലാ ദിവസവും ഗ്രൗണ്ടിൽ പോവാറുണ്ട്. അപ്പോൾ എങ്ങനെ പറയും? സിമ്പിളാണ്. ഞാൻ എന്നതിന് ഐ, പോവുക എന്നതിന് ഗോ. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഐ റീഡ് എന്ന പോലെ ഐ ഗോ ടു ദ പ്ലേ ഗ്രൗണ്ട്. ഐ ഗോ ടു ദ പ്ലേ ഗ്രൗണ്ട്. ഐ ഗോ ടു പ്ലേ ഗ്രൗണ്ട് എവ്രി ഡേ. I go to playground every day. അവർ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ട്. അതെങ്ങനെയായിരിക്കും പറയുന്നത്? ഞാൻ എന്നതിന് ഐ എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. അതേ പാറ്റേണിൽ തന്നെയാണ് ഇതും പറയുന്നത്. പക്ഷേ ഐ എന്നതിന് പകരം അവർ എന്നതിനുള്ള വാക്ക് ഇംഗ്ലീഷിൽ ദേ. ദേ ഗോ ടു പ്ലേ ഗ്രൗണ്ട്. ദേ പ്ലേ ഫുട്ബോൾ എവ്രി ഡേ. They play football every day. They help their mom every day. അവരത്ര മോശക്കാരൊന്നുമല്ല. അവരെല്ലാ ദിവസവും അവരുടെ മോമിനെ, അവരുടെ അമ്മയെ, അവരുടെ ഉമ്മയെ സഹായിക്കാറുണ്ട്. They help their mom every day. ഞങ്ങൾ എല്ലാ ദിവസവും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഞങ്ങൾ, ഐ എന്ന് പറയുമ്പോൾ ഞാൻ, ദേ എന്ന് പറയുമ്പോൾ അവർ. ഇനി ഞങ്ങൾ, വി. വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ. വി സ്പീക്ക് ഇംഗ്ലീഷ്. സംസാരിക്കുക എന്നതിന് സ്പീക്ക്. വി സ്പീക്ക് എന്താണ് സംസാരിക്കുന്നത്? ഇംഗ്ലീഷ്. വി സ്പീക്ക് ഇംഗ്ലീഷ് എവ്രി ഡേ. വി സ്പീക്ക് ഇംഗ്ലീഷ് എവ്രി ഡേ. ഞങ്ങളെല്ലാ ദിവസവും ഇംഗ്ലീഷ് എഴുതാറുണ്ട്. വി റൈറ്റ് ഇംഗ്ലീഷ് every day. We write English every day. ഞങ്ങൾ എല്ലാ ദിവസവും ക്യാരറ്റ് ജ്യൂസ് കുടിക്കാറുണ്ട്. We drink carrot juice every day. We drink carrot juice every day. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? വളരെ സിമ്പിളായിട്ട് ഏതൊരു വെർബിൻ്റെയും ബേസിക് ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഹാബിച്വൽ ആക്ഷൻസിനെ കുറിച്ച് പറയുന്നത്.
You speak English. They speak English. We speak English. I speak English. I speak English. You speak English. We speak English. They speak English. Okay? I read newspaper. They read newspaper. We read newspaper. You read newspaper. റൈറ്റ്? അപ്പോൾ എന്താണ് അർത്ഥം? എല്ലാ ദിവസവും ഇംഗ്ലീഷ് വായിക്കാറുണ്ട്, അല്ലെങ്കിൽ പത്രം വായിക്കാറുണ്ട്, സ്കൂളിൽ പോവാറുണ്ട്, ഗ്രൗണ്ടിൽ പോവാറുണ്ട്, ക്യാരറ്റ് ജ്യൂസ് കുടിക്കാറുണ്ട്, മോമിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് പ്രധാനമായും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്ന, ഗ്രാമാറ്റിക്കലി പറയുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡെയിലി റൂട്ടീൻസ് നമുക്ക് വേർബിൻ്റെ ഈ ബേസ് ഫോം ഉപയോഗിച്ചുകൊണ്ട് പറയാൻ സാധിക്കും. കുറച്ചുകൂടി ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഞങ്ങളെല്ലാ ദിവസവും ചെടി നനയ്ക്കാറുണ്ട്. നനയ്ക്കുക എന്നതിനെന്തായിരിക്കും? സിമ്പിളാണ്. വെള്ളം എന്ന അതേ വാക്ക് വേർബ് ഫോമിൽ ഉപയോഗിക്കുമ്പോൾ നനയ്ക്കുക എന്നാവും. സോ വി വാട്ടർ പ്ലാന്റ്സ് every day. We water plants every day. We water plants every day. പശുവിനെ കറക്കാറുണ്ട് എല്ലാ ദിവസവും. അവർ എല്ലാ ദിവസവും പശുവിനെ കറക്കാറുണ്ട്. പശുവിൻ്റെ പാലെടുക്കുന്നതിന് മിൽക്ക് എന്ന വാക്ക് പോലെ തന്നെയാണ്. വാട്ടർ എന്നത് നൗൺ ഫോമും വേർബ് ഫോമും ആയതുപോലെ മിൽക്ക് എന്ന വാക്ക് വേർബ് ഫോമിലേക്ക് വരുമ്പോൾ നമുക്ക് പാൽ കറന്നെടുക്കുന്നതിന് ഉപയോഗിക്കാം. So, they milk cow every day. They milk cow every day. എല്ലാ ദിവസവും അവർ പശുവിനെ കറക്കാറുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ വെള്ളം കോരാറുണ്ട്. എങ്ങനെയായിരിക്കും പറയുന്നത്? എല്ലാ ദിവസവും ഞങ്ങൾ വെള്ളം കോരാറുണ്ട്. ഈസ് വെരി സിമ്പിൾ. വെള്ളം കോരുന്നതിന് നമുക്ക് ഡ്രോ എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ഡ്രോ. വാട്ട് ഈസ് ഡ്രോ? ചിത്രം വരയ്ക്കുക എന്നൊക്കെ പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന അതേ വാക്ക്. ഓരോ കോണ്ടക്സ്റ്റിലും ഈ ഡ്രോയുടെ മീനിങ് മാറി വരുമല്ലോ. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും വെള്ളം കോരാറുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്നതിന് വി ഡ്രോ വാട്ടർ. വി ഡ്രോ വാട്ടർ. വി ഡ്രോ വാട്ടർ എവറി ഡേ. വി ഡ്രോ വാട്ടർ എവറി മോർണിംഗ്. ഞങ്ങൾ എല്ലാ ദിവസവും നടക്കാറുണ്ട്. We walk. W-A-L-K. We walk. We walk every evening. We walk every day or we walk every evening. എല്ലാ വൈകുന്നേരങ്ങളിലുമാണ് ഞങ്ങൾ നടക്കാൻ പോകാറുള്ളത്. So, we walk every evening. അവരെല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അവരെല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. എങ്ങനെയായിരിക്കും പറയുന്നത്? They play cricket every day. They play cricket every day. അവർ എല്ലാ ഞായറാഴ്ചയും ചേർച്ചിൽ പോവാറുണ്ട്. അവർ എല്ലാ ഞായറാഴ്ചയും ചേർച്ചിൽ പോവാറുണ്ട്. They go to church every Sunday. They go to church every Sunday. They go to church every Sunday. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവാറുണ്ട്. മോസ്ക്, മസ്ജിദ്. സോ ഐ ഗോ ടു മസ്ജിദ് ഓർ ഐ ഗോ ടു മോസ്ക് എവറി ഡേ. ഐ ഗോ ടു മസ്ജിദ് എവറി ഡേ. ഗോട്ട് ദി ഐഡിയ? വളരെ സിമ്പിളാണ്. ഡെയിലി റുട്ടീൻസ് നമ്മളിങ്ങനെയാണ് പറയുന്നത്. ഐ വേക്ക് അപ്പ് അറ്റ് 5 o'clock every morning. I wake up at 5 o'clock every morning. I brush my teeth. I brush my teeth. I wash my face. Okay, I have a bath. Right? ഞാൻ എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും പല്ല് തേക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ ബേസിക്കായിട്ടുള്ള ഈ വേർബ് ഫോമാണ് ഉപയോഗിക്കുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മൾ എന്തു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും ആദ്യം നമ്മൾ ചെയ്യുന്ന ആളെ പറയുന്നു, അതിനുശേഷം ചെയ്യുന്ന ക്രിയ പറയുന്നു, അതിനുശേഷം ഒബ്ജക്റ്റ് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഐ പ്ലേ ഫുട്ബോൾ. ഞാൻ കളിക്കുന്നു ഫുട്ബോൾ. ഐ പ്ലേ ഫുട്ബോൾ. ദേ പ്ലേ
ക്രിക്കറ്റ്. ദേ റീഡ് ന്യൂസ് പേപ്പർ. വി സ്പീക്ക് ഇംഗ്ലീഷ്. എന്താണ് വായിക്കുന്നത്? ഇംഗ്ലീഷ്. എന്താണ് സംസാരിക്കുന്നത്? ഇംഗ്ലീഷ്. വി സ്പീക്ക് ഇംഗ്ലീഷ്. യു ടോക്ക് അബൌട്ട് ഫുട്ബോൾ. യു ടോക്ക് അബൌട്ട് ഫുട്ബോൾ. യു ഗിവ് ഹിം എ ഗിഫ്റ്റ്. നീ അവന് എല്ലാ ദിവസവും അല്ലെങ്കിൽ സാധാരണയായി അവന് സമ്മാനം കൊടുക്കാറുണ്ട്. യു റീഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. നിങ്ങൾ, നീ മീൻസ് നിങ്ങൾ, എത്രയാളാണെങ്കിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. യു റീഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. നിങ്ങൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഡെയിലി റുട്ടീൻസിനെ കുറിച്ച് പറയുന്നതിൽ ഇനി കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എല്ലാവരും കൂടുതൽ പറഞ്ഞും പഠിച്ചും നമ്മുടെ ഇംഗ്ലീഷ് സ്കിൽ വർദ്ധിപ്പിക്കുമല്ലോ. എല്ലാവർക്കും നല്ല ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ തന്നെ മറ്റൊരു പാർട്ടുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.